ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ. കുണ്ടൂർ ഉസ്താദ് റോഡ് സൈഡിൽ ഉണ്ടാക്കുന്ന ചെറിയ കച്ചവടമുണ്ട്. നമ്മളെ ചെറിയ പിന്നെ ഈ ചൂടുള്ള ചായയും വയന്നവടയൊക്കെ കിട്ടുന്ന ഒരു പീടിയായിരിക്കും. അങ്ങനെ ചെറിയ പരിപ്പ് വട അങ്ങനത്തെ ഇതെല്ലാം അങ്ങനത്തെ ഒരു കച്ചവടം തുടങ്ങി ഒരാൾ റോഡ് സൈഡിൽ ചെറിയൊരു ഷെഡെല്ലാം വെച്ചിട്ടിട്ട് ആ കച്ചവട പീടിയ കുണ്ടൂർ ഉസ്താദ് പോയിട്ട് ഉദ്ഘാടനം ചെയ്തു. നല്ല കച്ചവടം അവിടെ, നല്ല കച്ചവടം ഉഷാറായിട്ട്. അതിങ്ങനെ കാണുമ്പോൾ നമുക്കുണ്ടാവില്ല അതേ കച്ചവടം ഇപ്പുറത്തും തുടങ്ങാനൊരു വിചാരം. അങ്ങനെയാണ് നമ്മളെ മലയാളികളുടെ അല്ലേ. ഒരാൾ കച്ചവടം തുടങ്ങാൻ അതേപോലത്തെ കച്ചവടം തന്നെ ഓനെ വ്യത്യാസപ്പെടുത്തി തുടങ്ങുകയാണെങ്കിൽ തിരക്കേണ്ട. അപ്പൊ റോഡിന്റെ ഇങ്ങേ സൈഡിൽ ഒരു കച്ചവടം വേറൊരാൾ തുടങ്ങാൻ ഇതേ സാധനം തന്നെ. നമ്മളപ്പോ ഈ രണ്ടാമത്തെ പീടിക ഉദ്ഘാടനത്തിന് കുണ്ടൂർ ഉസ്താദിനെ വിളിച്ചു. നമ്മളെ വിളിച്ചാൽ നമ്മളെന്ത് ചെയ്യും? ഓൻ കാണാണ്ട് വല്ല ഇവിടെ വന്ന് അതിൽ കൂടിയിട്ട് അങ്ങ് പോകും. അതല്ലേ നമ്മളെ രീതി? അല്ല അങ്ങനെയല്ലേ. മറ്റോ ഉദ്ഘാടനം രണ്ടാമത്തെ പീടിക ഉദ്ഘാടനത്തിന് കുണ്ടൂർ ഉസ്താദിനെ വിളിച്ചു. കുണ്ടൂർ ഉസ്താദ് ഈ ഉദ്ഘാടനത്തിന് വന്നിട്ട് ആദ്യം തന്നെ എവിടെയാ പോയതെന്നറിയാം? ആദ്യം ഉദ്ഘാടനം ചെയ്ത പീടിക അവിടെ പോയിട്ട് ഓനോട് ചോദിച്ചോളോ എനിക്കങ്ങനെ കച്ചവടമൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാ, എന്നാ നമുക്ക് രണ്ടാക്കും ഓന്റെ പീടിക ഒന്ന് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കാം. ഓനെയും കൂട്ടിയിട്ട് ഏത് പീടിക ഉദ്ഘാടനത്തിന്? രണ്ടാമത്തെ പീടിക ഉദ്ഘാടനത്തിന്. എന്നിട്ട് ഓരോട് രണ്ടാക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, രണ്ടാക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാണ് ഔലിയാക്കളെ പണി. ഇതിന്റെ പേരാണ് തെർബിയത്ത്. ഇതിന്റെ പേരാണെന്ത്? തെർബിയത്ത്. ഇവനെ കൊണ്ട് ഓനിക്കും ദ്വാർപ്പിക്കാം, ഓനെ കൊണ്ട് ആർക്കും ദ്വാർപ്പിക്കാം, ഇവനിക്കും ദ്വാർപ്പിക്കാം. കണ്ടോ? അള്ളാഹ് തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് ദ്വാർന്നാൽ അള്ളാഹു തആല ഉത്തരം തരും. തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് ദ്വാർന്നാൽ അതേതാ തെറ്റ് ചെയ്യാത്ത നാവ്? നിങ്ങൾക്കും വേണ്ടി ഞാൻ ദ്വാരക്കാം. എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിക്കണം? ഇല്ല. നിങ്ങൾ എനിക്കും വേണ്ടി ദ്വാരക്കാം. നിങ്ങളെ നാവ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിക്കണം. അതാ ഔലിയാക്കളെ ഭാഷ. അതാണ്. തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് ദ്വാരക്കണം. നിങ്ങളെ നാവ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിക്കണം, എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിക്കണം. നിങ്ങൾക്കും വേണ്ടി ഞാൻ ദ്വാരക്കാം, എനക്കും വേണ്ടി നിങ്ങൾ ദ്വാരക്കാം. ഭാര്യ ഭർത്താവിന് വേണ്ടി ദ്വാരക്കാം, ഭർത്താവ് ഭാര്യക്കും വേണ്ടി ദ്വാരക്കാം. ഓളെ നാവ് കൊണ്ട് ഇവനും തെറ്റ് ചെയ്തിട്ടില്ല, ഇവന്റെ നാവ് കൊണ്ട് ഓളും തെറ്റ് ചെയ്തിട്ടില്ല. മക്കള് മാതാപിതാക്കൾക്ക് ആർക്കു വേണ്ടിയും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഏത് പറയുന്നത്? ദ്വാരക്കണേ. ആ ദ്വാരക്കണ എന്നുള്ള വസിയത്ത് ആര് പറഞ്ഞു? നബി മുഹമ്മദ് മുസ്തഫ.